ആളുകളെ നമ്മൾ ആരും പരിഹസിക്കരുത്. ചില ആളുകൾക്ക് നിസ്കാരമായിരിക്കും ശ്രദ്ധ, അവർക്ക് ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞ ഫർള് കഴിച്ചിട്ടതല്ലേ, ഫർള് നിർബന്ധം, അതിൽ നോ കോംപ്രമൈസ്, അതല്ല നമ്മൾ പറയുന്നത്. സുന്നത്ത് നിസ്കാരങ്ങൾ, മറ്റു വിഷയങ്ങൾ, അവർക്കൊരു സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ വലിയ വിഷമം തോന്നിയേക്കും. ചിലർക്ക് നോമ്പായിരിക്കും ഇഷ്ടം, ഒരു സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ സങ്കടം തോന്നിയേക്കും അവർക്ക്. ചിലക്കൊരു സ്വതക്കയാണ്, റബ്ബേ എന്റെ മുമ്പിലൂടെ ബക്കറ്റുമായിട്ട് വന്നപ്പോ ഒരു 500 കൊടുക്കണമെന്നാ വിചാരിച്ചിട്ട് 10 രൂപയല്ലേ ഉണ്ടായുള്ളൂ. ആ ഒരു സങ്കടം ചിലപ്പോൾ വലുതായിരിക്കും ചിലർക്ക്. ചില ആളുകൾക്ക് ഹജ്ജും ഉംറയും ചെയ്യലായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഓതലായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ മുറാഖബത്തിൽ ജീവിക്കലായിരിക്കും ഇഷ്ടം. ഇങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന കഴിവുകൾ, അള്ളാഹു നൽകുന്ന അവസരങ്ങൾ വലുതാണ്. ആ വലുതായ അള്ളാഹു നൽകിയ അവസരങ്ങൾ ഓരോരുത്തരും ഈ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് യുവാക്കളോട് എല്ലാവരും ഡോക്ടർമാരാവണം നമ്മൾ പറയില്ല, എല്ലാവരും എഞ്ചിനീയർമാർ, അങ്ങനെയല്ല. മഹാനായ അല്ലാമ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉമ്മത്തിന്റെ നിർബന്ധമായ ബാധ്യതകളിൽ പറഞ്ഞതാണ്, എല്ലാ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന ഇൽമും ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണമെന്നാണ്. ദീനിന് ഉപകാരപ്പെടുന്ന ഇൽമ് എല്ലാം, അത് സയൻസ് ആയിരിക്കട്ടെ, മെഡിസിൻ ആയിരിക്കട്ടെ, എഞ്ചിനീയറിംഗ് ആയിരിക്കട്ടെ, കാർപ്പൻട്രി ആയിരിക്കട്ടെ, ഫാമിംഗ് ആയിരിക്കട്ടെ, സ്റ്റിച്ചിങ് ആയിരിക്കട്ടെ, ടൈലറിംഗ് ആയിരിക്കട്ടെ, ഡ്രൈവിംഗ് ആയിരിക്കട്ടെ, എല്ലാം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ. ഒരാൾ ഡ്രൈവറാണ്, പറയാ ഞാൻ ഉസ്താദിനെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, ഇന്നൊരാളെ എത്തിച്ചു കൊടുക്കാം, ഒരു രോഗിയെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊടുക്കാം, കണ്ണു കാണാത്ത ഒരാൾ ഞാൻ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും, അവർ അങ്ങനെ ചെയ്യാം. ചിലക്ക് സമ്പത്തില്ല, തടി കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും, അങ്ങനെയാവട്ടെ. ചിലക്ക് ഇൽമ പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെയാവട്ടെ, ചിലക്ക് ചെയ്യിപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെയാവട്ടെ. ചിലക്ക് ചില പണ്ഡിതന്മാർ ഒരുപാട് മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്തു കൊടുത്തിട്ട് അങ്ങനെയാണ്. ആ രീതിയിൽ ഈ ഉമ്മത്ത് ഒരാളെയും നിസ്സാരമായി കാണരുത്. കാരണം അന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരം വെളുത്തപ്പോ ചോദിച്ചില്ലയോ, എവിടെയാണ് നമ്മുടെ മുറ്റമടിച്ചു മാറിയിരുന്ന ആ കറുത്ത പെണ്ണെവിടെ എന്ന് മുത്തനബി തങ്ങൾ ചോദിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, റജുലുൻ അവിംറഅത്തുൻ, അത് കറുത്ത ആണായിരുന്നു, കറുത്ത നിറമുള്ള പെണ്ണായിരുന്നു. ഹദീസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി തങ്ങൾ നേരം വെളുത്തപ്പോ ചോദിക്കുകയാണ്, അവർ മരിച്ചു തലേന്ന് രാത്രി മരിച്ചപ്പോ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് അറിയിക്കുക? തങ്ങൾ ഉറങ്ങല്ലേ, നബി തങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ, ഒരു സാധാരണക്കാരല്ലേ, മുറ്റമടിച്ചു മാറുന്നൊരു പെണ്ണല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ ജനാസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്ത് മറവ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരന്ന് രാത്രി അവരെ മറവ് ചെയ്യുകയാണ്. നബി തങ്ങൾ രാവിലെ ചോദിച്ചു, അവരെവിടെ? അവര് പറഞ്ഞു, നബിയെ അവരിന്നലെ മരിച്ചോ? അല്ല ആദൻതുമൂനി, നിങ്ങൾ എന്തേ എന്നോട് പറയാതിരുന്നത്? നബിയെ, അതൊരു സാധാരണക്കാരി പെണ്ണല്ലേ, രാത്രിയാ മരിച്ചത്, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യണമെന്നാണ് ശറഇന്റെ തീരുമാനം, ശറഇന്റെ രീതിയും അങ്ങനെയാണ്. നമ്മളാണ് 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മറവ് ചെയ്യാന്നുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയതാണ്. മയ്യത്തായി കഴിഞ്ഞാൽ, റൂഹ് തടിയിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, ആ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു മയ്യത്തിനെ കാത്തു നിർത്തരുത്, വളരെ പെട്ടെന്ന് മറവ് ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടം. എന്താണെന്നറിയില്ല, നമ്മൾ ആ വിഷയത്തിൽ ഇച്ചിരി പിറകോട്ടാണ്. എന്തെങ്കിലും ഖൈറുണ്ടായിരിക്കും, ചിലപ്പോൾ അതിനായിരിക്കും, പക്ഷേ അതൊരു നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ച സുന്നത്താണ്. നമ്മൾ അങ്ങനെ വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യേണ്ടത്, മറവ് ചെയ്യണം. ഞങ്ങളൊന്ന് മറവ് ചെയ്ത നബിയെ, അങ്ങേ അറിയിച്ചില്ല, അങ്ങ് ഉറങ്ങുകയായിരുന്നല്ലോ, രാത്രിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാൽ അവരുടെ ഖബർ എവിടെയാണ്, എനിക്ക് കാണിച്ചു തരൂ. അങ്ങനെ പിറ്റേന്ന് നബി തങ്ങൾ ഖബർ കാണിച്ചു കൊടുക്കാൻ, നബിയെ ഇവിടെയാണ് അവരെ മറവ് ചെയ്തത്. നബി തങ്ങൾ ആ ഖബറിന്റെ അരികത്ത് വന്ന് ആ പെണ്ണിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിനർത്ഥം എന്നറിയോ? ഈ ഹദീസ് ഞാൻ പറയുന്നത്, ഏത് ജോലി ആര് ചെയ്യുകയാണെങ്കിലും അത് വളരെ പവിത്രതയോടുകൂടെ പുണ്യമായി കണക്കാക്കിയിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലെ ഇമാമും ഖതീബും മാത്രമല്ല വിഷയം, ആ പള്ളിയുടെ മുഖ്രിക്ക, അവിടെ ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് സേവനം ചെയ്യുന്ന ആളുകൾ, പള്ളിയുടെ മുറ്റമടിച്ചു മാറിയിരുന്നൊരു പെണ്ണിനെയാണ് നബി തങ്ങൾ അന്വേഷിക്കുന്നത്. എന്താ അവർക്ക് പറ്റിയത്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞ ഓരോരുത്തരും ചെയ്യുന്ന സേവനം
കണ്ണുകൊണ്ട് വലുതായി കാണുകയും അവർക്ക് വേണ്ടി നന്ദിയോടുകൂടെ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഈ സമൂഹത്തിന്റെ കടമയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഇത്രയും വലിയ സ്നേഹം നബി തങ്ങൾ നമുക്കുണ്ടാക്കി തന്നത്. ഈ ഒരു ബന്ധം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, എല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി. ഓരോരുത്തരും, ഒരു ചെറിയ ഡ്രൈവർ മുതൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ മുതൽ ഒരു ബസ് ഓടിക്കുന്ന ആളോ പൈലറ്റോ ട്രെയിൻ ഡ്രൈവറോ എന്തോ ആവട്ടെ, ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ഈ ദീനിന് വേണ്ടി ചെയ്തു കൊടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ദീനിന്റെ സേവനം വലുതാണ്. അതിന് വ്യത്യസ്തമായ രീതികളിൽ അള്ളാഹു നമുക്ക് നൽകിയ വ്യത്യസ്തമായ കഴിവുകൾ ഇൻഷാ അള്ളാഹ് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിന്റെ സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.